2018 ഹോക്കി ലോകകപ്പ് നടന്നതും ഇന്ത്യയിലാണ്, കപ്പടിച്ചത് ബെൽജിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നോക്കൂ, 2018 2023 ഒഡീഷയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ചാച്ചൻ പറയുന്നു നിധി ഉണ്ടെന്ന്, കാടിന് നടുക്ക് പോവുക, അവിടെ ഒരു ദേവതയുണ്ട്, മാത്യൂസെ പ്രേതമുണ്ടെന്ന് സൂക്ഷിക്കണം. നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. 35 കുട്ടികൾക്ക് അസറി നല്ല 36 കാസർഗോഡ്, 35 കുട്ടികൾക്ക് അസറി. എന്താണ് കോഡ്? സീതയെ കുറിച്ചുള്ള സത്യം പറയാത്ത വാൽമീകിയുടെ ദന്തം മാരാർ ശില്പം കൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. ഇത് ദർശിച്ച തോമസിന്റെ ആത്മാവിന് മുറിവുകൾ ഉണ്ടായി. ആലോചിച്ച് വെച്ചാൽ കിട്ടും. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2023 മുഴുവൻ വസ്തുതകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യത്തെ ക്ലാസ് ആണ്. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കറണ്ട് അഫയേഴ്സ് ആണ്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ 2023 24 മുഴുവൻ വസ്തുതകളും പഠിക്കും. അതുപോലെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നൽകുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ആദ്യത്തെ പോയിന്റ് ഇതാണ്. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത്, ആദ്യത്തെ പോയിന്റ് മറക്കാതെ ഓർത്ത് നോക്കുക കൂട്ടുകാര്, മറവൻ തുരുത്ത്. പേരെന്താണ്? മറവൻ തുരുത്ത്. എവിടെയാണിത്? കോട്ടയം ജില്ലയിലെ മറവൻ തുരുത്ത്. കാരണം നിങ്ങൾ പിക്ചറൊക്കെ കാണാം. കേരള ടൂറിസത്തിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി എവിടെയാണ്? മറവൻ തുരുത്ത്. മറവൻ തുരുത്ത് മറക്കില്ല. നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് ഇതാ. നമ്മളിതാ ഈ ഒരു നീല നിറത്തില് നിങ്ങൾക്ക് കാണാം ഒരു നദി. ആ നദിയിലൂടെ എന്ത് കാണാം? അവിടെ ഒരു വലിയ കപ്പൽ കാണാം അല്ലെ? കപ്പൽ എന്നൊക്കെ പറയാം നമുക്ക്. എന്താണ് ചോദ്യം? ലോകത്തിലെ നീളമേറിയ ആഡംബര നദീജല കപ്പൽ ഏതാണ്? ലോകത്തിലെ നീളമേറിയ ആഡംബര നദീജല കപ്പലിന്റെ പേര് മക്കളെ MV ഗംഗാവിലാസ്. കൂട്ടുകാരെ, എന്താണ്? MV ഗംഗാവിലാസ്. ഈ ഒരു MV ഗംഗാവിലാസ് നദീജല കപ്പലാണ്. അപ്പൊ നദിയുടെ പേര്, നമ്മുടെ ദേശീയ നദി, പുണ്യനദിയായ ഗംഗയെ ആലോചിച്ചൂടെ? അപ്പൊ MV ഗംഗാവിലാസ്. ഗംഗയെ ആലോചിക്കാൻ കാരണം ഇത് ഗംഗയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വാരാണസിയിലെ, ഉത്തർപ്രദേശിലെ വാരാണസി മുതൽ ദീബ്രുഗഡ്, ആസാമിലെ ദീബ്രുഗഡ് വരെയാണ്. ഉത്തർപ്രദേശിലൂടെയും ബീഹാറിലൂടെയും വെസ്റ്റ് ബംഗാളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് ആസാമിലെത്തുകയാണ്. ദീബ്രുഗഡ് വരെ 3200 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 3200 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു MV ഗംഗാവിലാസ് സഞ്ചരിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത്, ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ആഡംബര നദീജല കപ്പലാണ് MV ഗംഗാവിലാസ്. ഇത് ഉദ്ഘാടനം ചെയ്തത് 2023 ജനുവരി മാസം 13 തീയതി. ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. 2023 ജനുവരി 13 തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഈ ഒരു കപ്പൽ ഉദ്ഘാടനം ചെയ്തത്. 2023 ജനുവരി 13 വാരാണസി മുതൽ ദീബ്രുഗഡ് വരെ സഞ്ചരിക്കുന്ന MV ഗംഗാവിലാസ് ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി എവിടെയാണ് കേരളത്തിൽ വന്നത്? മറവൻ തുരുത്ത്, കോട്ടയം. നോക്കൂ, അടുത്തൊരു പോയിന്റ് ഇതാണ്. ഇന്ത്യയിൽ വെച്ച് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. PSC ഇത് ചോദിച്ചു, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു. ഇന്ത്യയിൽ വെച്ച് നടന്ന 15ാമത്, ആ സംഖ്യ ശ്രദ്ധിക്കണം, 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിലെ വിജയി ആരാണ്? ജർമ്മനിയാണ് മക്കളെ. കൂട്ടുകാരെ ശ്രദ്ധിച്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ജർമ്മനി. ഇത് PSC ചോദിച്ചു കേട്ടോ. അപ്പൊ ജർമ്മനി, അപ്പൊ കഴിഞ്ഞ വർഷമാണ് ഈ ഒരു മാമാങ്കം, ഈ ഒരു ഹോക്കി ടൂർണമെന്റിലെ വേൾഡ് കപ്പ് നടന്നത്. എവിടെ വെച്ചിട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ, ഭുവനേശ്വർ, റൂർക്കേല കാണാൻ നിങ്ങൾക്ക്. ഒഡീഷ സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ. അപ്പൊ വേദി മറക്കണ്ട, ഒഡീഷയിൽ വെച്ചിട്ട്, അതല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് 15ാമത് ലോകകപ്പ് ഹോക്കി ടൂർണമെന്റ് നടന്നത്. വിജയിച്ച രാജ്യം ജർമ്മനി. ഏത് രാജ്യമാണ്? ജർമ്മനി. ഈ ജർമ്മനി ആരെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ബെൽജിയത്തെയാണ്. കൃത്യമായിട്ട് പഠിക്കുക, ബെൽജിയത്തെയാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്തിനാ ബ്രാക്കറ്റിൽ 2018 കൊടുത്തത്? നോക്കൂ, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 4 വർഷം കൂടുമ്പോഴാണ് എന്ത് നടക്കാറ്? ലോകകപ്പ് ഹോക്കി മത്സരം നടക്കാറ്. അതിപ്പോ തൊട്ട മുമ്പിലത്തെ വർഷം 2023 ലേറ്റസ്റ്റ് ആയിട്ട് നടന്നു. കൊറോണ കാരണം 2023 വെച്ചതാണേ. 2022 നടക്കേണ്ടത്. അപ്പൊ അതിനു മുമ്പ് 2018 ഈ ഒരു ലോകകപ്പ് ഹോക്കി നടന്നത്. 2018 ആ 2018 നടന്ന വേദി ഇന്ത്യ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, 2018 ലോകകപ്പ് ഹോക്കി നടന്നത് ഇന്ത്യയിലാണ്. ഇപ്പൊ അവസാനമായിട്ട് 2023 നടന്നതും ഇന്ത്യയിൽ തന്നെയാണ്. അന്ന് 2018 ഇന്ത്യയിൽ വെച്ച് നടന്ന ലോകകപ്പ് ഹോക്കി മത്സരത്തിൽ വിജയിച്ചത് ബെൽജിയം ആയിരുന്നു. 2018 വിജയി ആരായിരുന്നു? ബെൽജിയം. ഈ ബെൽജിയമാണ് ഈ പ്രാവശ്യം ജർമ്മനി പരാജയപ്പെടുത്തിയത്. റണ്ണറപ്പ് ബെൽജിയം. ഓർത്തു വെക്കണം. ആകെ 16 രാജ്യങ്ങളായിരുന്നു ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത്. 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 16. ഓർത്തു വെക്കാൻ എളുപ്പല്ലേ? 15ാമത് 16 രാജ്യങ്ങൾ പങ്കെടുത്തു. അതിനകത്ത് ശ്രദ്ധിച്ചു വെക്കണം, ഒലി എന്ന ആമക്കുട്ടനെ നമ്മുടെ ഈ ഹോക്കി ടൂർണമെന്റിനകത്ത് അല്ലെങ്കിൽ ഹോക്കി വേൾഡ് കപ്പിനകത്ത്
ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുത്തത് ഇതാ ഈ കാണുന്ന ഒരു ആമക്കുട്ടനായിരുന്നു. അതിന്റെ പേര് ഒലി. ഒലി എന്ന ആമ മറന്നു പോകണ്ട. നോക്കൂ, ഉദ്ഘാടന മത്സരവും അതുപോലെ തന്നെ ഈ മത്സരങ്ങൾ നടന്ന 2 വേദികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. PSC പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. 2023 ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഉദ്ഘാടന മത്സരം നടന്നത് ബരാബതി സ്റ്റേഡിയത്തിലായിരുന്നു. ബരാബതി, എല്ലാവരും ബരു ബരു എന്ന് അല്ലെ, ഒഡീഷയുടെ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, നിങ്ങൾക്കറിയാം, അദ്ദേഹം ഈ പറയുന്ന സ്പോർട്സ് മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എല്ലാവരും വിളിക്കാണ്, ബരു ബരു, എല്ലാവരും ഓടി വരൂ അല്ലെ, നമുക്ക് ഹോക്കി മത്സരം കാണാം. അപ്പൊ ബരാബതി, ബരാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഉദ്ഘാടനം എവിടെയാണ്? ബരാബതി സ്റ്റേഡിയം. അതെവിടെയാണ്? കട്ടക്ക് കൂടെ നിൽക്കാൻ. ഒഡീഷക്കാരോട് പറയാണ്, നിങ്ങൾ കട്ടക്ക് കൂടെ നിൽക്കണം. അപ്പൊ ഒഡീഷയിലെ കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബരാബതി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 2023 ലോകകപ്പ് ഹോക്കി ഉദ്ഘാടന മത്സരം നടന്നു. സെറ്റാണോ? അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക, മറ്റ് ഏതെല്ലാം സ്റ്റേഡിയങ്ങളിൽ വെച്ചിട്ടാണ് കളികൾ നടന്നത്. അപ്പൊ ഉദ്ഘാടനം മാത്രമാണ് ബരാബതി സ്റ്റേഡിയത്തിൽ നടന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ലോകകപ്പ് ഹോക്കിയിലെ മത്സരങ്ങൾ നടന്നത് 2 സ്റ്റേഡിയമാണ്. ആ 2 സ്റ്റേഡിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബിർസ മുണ്ട സ്റ്റേഡിയം, റൂർക്കേല. അതുകൊണ്ടാണ് ഈ റൂർക്കേല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ മെൻഷൻ ചെയ്തത്. റൂർക്കേല കണ്ടോ? റൂർക്കേലയിലെ ബിർസ മുണ്ട സ്റ്റേഡിയം പഠിച്ചു വെക്കുക. രണ്ടാമത്തത് കലിംഗ സ്റ്റേഡിയമാണ്. എവിടെയാണ് കൂട്ടുകാരെ? കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വറിലാണ്. ആ സ്ഥലവും ആ സ്റ്റേഡിയവും മറക്കാതെ പഠിക്കണേ. കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ. കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ. ബിർസ മുണ്ട സ്റ്റേഡിയം എവിടെയാണ്? റൂർക്കേല. ബിർസ മുണ്ട സ്റ്റേഡിയം എവിടെയാണ്? ബിർസ മുണ്ട, റൂർക്കേല, കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർക്കേണ്ട ചില വസ്തുതകളുണ്ട്. കാരണം ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഇവന്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചരിത്രം നമ്മൾ PSC പരീക്ഷകളിൽ റീസെന്റിലൊക്കെ ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകകപ്പ് ഹോക്കിയുടെ ഒരു ചെറു ചരിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ലോകകപ്പ് ഹോക്കി മത്സരം നടക്കുന്നത് 1971 വർഷം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേ, 71. അതിനുശേഷം 4 വർഷങ്ങൾക്കിപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1975 നമ്മൾ അടിയന്തരാവസ്ഥ വേളയാണ് അല്ലെ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി നിങ്ങൾക്കറിയാം 1975 അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 75 അടിയന്തരാവസ്ഥ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ എന്ത് നേടി? ലോകകപ്പ് ഹോക്കി നേടി 75. ഇപ്പൊ രണ്ടാമത്തെ ലോകകപ്പ് ഹോക്കി നേടിയത് ഇന്ത്യയാണ്. അപ്പൊ ആദ്യം നേടിയത് ആരെന്ന് ചോദിക്കും. കൃത്യമായിട്ട് പഠിക്കാതെ നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ പാകിസ്ഥാനാണ് അല്ലെ. പാകിസ്ഥാൻ 1971 പാകിസ്ഥാൻ 1971 ലോകകപ്പ് ഹോക്കി ചാമ്പ്യന്മാരായി. എവിടെ വെച്ചിട്ടായിരുന്നു? ബാഴ്സലോണയിൽ വെച്ചിട്ടായിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്നത്? ബാഴ്സലോണ, ബാഴ്സലോണ, ബാഴ്സലോണ. നിങ്ങൾ ഫുട്ബോൾ ടീമൊക്കെ ബാഴ്സലോണ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇനി മറന്നു പോകണ്ട, ഹോക്കി ആദ്യ ടൂർണമെന്റ് 1971 എവിടെ വെച്ചിട്ട്? ബാഴ്സലോണയിൽ വെച്ച് നടക്കുന്നു. പാകിസ്ഥാൻ വിജയിക്കുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിനുള്ള പ്രസക്തി ഉള്ളത്. പാകിസ്ഥാൻ ലോകകപ്പ് ഹോക്കി മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ടീമാണ്. നമ്മുടെ ഇന്ത്യ അല്ല. അവിടെ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. കാരണം ഒളിമ്പിക്സിന്റെ കേസിൽ വരുമ്പോൾ അവിടെ മാറ്റമുണ്ട്. അപ്പൊ ലോകകപ്പ് ഹോക്കി മത്സരത്തിൽ നോക്കൂ കൂട്ടുകാരെ, കൃത്യമായിട്ട് പഠിക്കും നിങ്ങൾ. ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്, കിരീടം നേടിയത്, 4 തവണ കിരീടം നേടിയത് പാകിസ്ഥാനാണ്. ആദ്യം നേടിയതും പാകിസ്ഥാനാണ്. രണ്ടാമത് നമ്മുടെ ഇന്ത്യ കപ്പടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഏത് ടൂർണമെന്റ് ആയിരുന്നു? കോലാലംപൂർ. എവിടെയാണ് സ്ഥലം? കോലാലംപൂർ അല്ലെ. മലേഷ്യയിലാണ് കോലാലംപൂർ. അപ്പൊ മലേഷ്യയിൽ വെച്ച് നടന്ന രണ്ടാമത്തെ ലോകകപ്പ് ഹോക്കി കോലാലംപൂർ ഹോക്കി. ഓക്കെ, ആ ലോകകപ്പ് ഹോക്കിയിൽ വിജയിച്ചത് നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അന്നത്തെ നമ്മുടെ ക്യാപ്റ്റന്റെ പേര് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അജിത് പാൽ സിംഗ് ആണ്. ആരാണ് കൂട്ടുകാരെ? അജിത് പാൽ സിംഗ്. 1975 ഹോക്കി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് അജിത് പാൽ സിംഗ്. അജിത് പാൽ സിംഗ്. ഇന്ത്യ പുരുഷ ഹോക്കി ലോകകപ്പ് നേടിയ കഥ നമ്മൾ പറഞ്ഞു 1975. ഇതുവരെ ഇന്ത്യ എത്ര തവണയാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്? അപ്പൊ ആ 4 തവണയും ആ 4 തവണ എവിടെയൊക്കെയെന്ന് പ്രധാനപ്പെട്ട സ്ഥലം നമ്മൾ നടത്തിയത് ഈ മത്സരങ്ങൾ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കൃത്യമായിട്ടൊരു സംസ്ഥാനത്തായിരിക്കുമല്ലോ. അപ്പൊ അതുകൂടി ഓർത്തു വെക്കണം. 1982 ആദ്യമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത്. അന്ന് മുംബൈ ആയിരുന്നു വേദി. എവിടെയാണ്? മുംബൈ. 1982 മുംബൈ ആണ് വേദിയെങ്കിൽ 2010 ശ്രദ്ധിക്കണേ, 2010 ഡൽഹി ആയിരുന്നു വേദി. അപ്പൊ രണ്ടാമത് നടന്നത് 2010 കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ബെൽജിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ. 2018 ഹോക്കി ലോകകപ്പ് നടന്നതും ഇന്ത്യയിലാണ്, കപ്പടിച്ച് ബെൽജിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നോക്കൂ, 2018, 2023 ഒഡീഷയിൽ വെച്ച് നടക്കുന്നു.
ഒരേ സ്ഥലമാണ് ഒഡീഷയിലാണ് ഈ രണ്ട് ടൂർണമെന്റുകൾ നടന്നത്. 2018 ഹോക്കി ലോകകപ്പും 2023 ഹോക്കി ലോകകപ്പും. 1982 ആദ്യം മുംബൈ, കൃത്യമായിട്ട് ആ വർഷം പഠിക്കണേ, സ്റ്റേറ്റ്മെന്റ് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 1982 മുംബൈയിൽ നടക്കുന്നു, 2010 ഡൽഹിയിൽ നടക്കുന്നു. കൂട്ടുകാരെ, ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്ന എവിടെയാണ്? പലതരത്തിലുള്ള ATM, മിൽക്ക് ATM, വാട്ടർ ATM, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇന്ത്യയിൽ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്നത് എവിടെയാണ്? അത് ഹൈദരാബാദിലാണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഇന്ത്യയിൽ ഹൈദരാബാദ്. അവിടെ ആലോചിക്കുക, അവിടെ ഗോൾഡ് ATM വന്നു. ഹൈദരാബാദിൽ എന്ത് വന്നു? ഗോൾഡ് ATM. മറക്കരുത്, അതിന്റെ ഒരു പിക്ചറൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പിക്ചർ നിങ്ങൾക്ക് കാണാം, മനോഹരമായ ഒരു ഉദ്യാനം കാണാം അല്ലെ. എന്താണ് ചോദ്യം? രാഷ്ട്രപതി ഭവനാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അറിയാലോ, രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു പൂന്തോട്ടമുണ്ട്, മുഗൾ ഗാർഡൻ. മുഗൾ ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പൂന്തോട്ടമാണ്. അപ്പൊ മുഗൾ ഗാർഡൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും കാലം വിളിച്ചിരുന്ന രാഷ്ട്രപതി ഭവന്റെ മുമ്പിലുള്ള ആ ഒരു പൂന്തോട്ടത്തിന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. എന്താണ് മക്കളെ? അമൃത് ഉദ്യാൻ. പഠിച്ചോളുക, അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാൻ. നോക്കൂ, അതുകൊണ്ട് തന്നെ രണ്ട് പിക്ചർ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എന്റെ പിറകിലായിട്ട് രാജ്പഥിന്റെ പേര്. ഇപ്പൊ രാജ്പഥ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ പേര് മാറ്റി കർത്തവ്യപഥ് എന്നാക്കി. കർത്തവ്യപഥ്. കാരണം നമുക്കറിയാം, റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്ന ഇന്ത്യ ഗേറ്റ് മുതൽ രാഷ്ട്രപതി ഭവൻ വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു പാത, അതായിരുന്നു രാജ്പഥ്. ആ പേര് മാറ്റിയിട്ട് കർത്തവ്യപഥ് എന്നാക്കിയിട്ടുണ്ട്. രാജ്പഥിന്റെ പേര് കർത്തവ്യപഥ് എന്ന് പഠിച്ചു വെക്കണേ. നോക്കൂ, 2023 പ്രവാസി ഭാരതീയ സമ്മാൻ. നമ്മൾ വർഷാവർഷം പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. പ്രവാസി ഭാരതീയ ദിവസവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരിപാടികൾ ഇന്ത്യയിൽ നടക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി മാസം 9-ാം തീയതിയാണ് എല്ലാ വർഷവും നടക്കാറുള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാം. നമ്മൾ PSC പരീക്ഷയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്നാണ് പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്നത്? ജനുവരി 9 ആണ്. 2023 പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് നേടിയ മുഹമ്മദ് ഇർഫാൻ അലി, ആ പേരൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളുക, അത് ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് ഇർഫാൻ അലി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണെന്ന് ചോദിച്ചാൽ ഗയാനയാണ്. ഈ രാജ്യം അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് ആയ രാജ്യമൊന്നും അല്ലെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക, കഴിഞ്ഞ വർഷം 2023 കാര്യമാണ്. 24 കാര്യങ്ങൾ തുടരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ 23 ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് ഇർഫാൻ അലി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചൂടെ? ഗയാന. അല്ലെങ്കിൽ ഗയാനയുടെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചൂടെ? മുഹമ്മദ് ഇർഫാൻ അലി. അദ്ദേഹത്തിന് 2023 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ചു. കണ്ട നിങ്ങൾ, ദ്രൗപദി മുർമു മേഡോ അദ്ദേഹമൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം. ഇവിടെ ഞാൻ മറ്റൊരു പിക്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പിക്ചർ? 2023 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ നടന്നു. പ്രവാസി ഭാരതീയ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺവെൻഷൻ 2023 നടന്നിട്ടുണ്ട്. സാധാരണ നടക്കാറുണ്ട്. 2023 പ്രവാസി ഭാരതീയ ദിവസിന് ആതിഥേയത്വം വഹിച്ച സ്ഥലം ഇൻഡോർ ആണ്. ആ ഇൻഡോറിലെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചതാണ് നരേന്ദ്രമോദിജി പ്രസംഗിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. അപ്പൊ ചോദ്യം ഇതായിരിക്കും, 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ എവിടെ വെച്ച് നടന്നു? ഇൻഡോറിലാണ്. 17ാമത്. ശ്രദ്ധിക്കണം, എത്രാമത്താണ്? 17ാമത്തെ. 2023 വർഷം ശ്രദ്ധിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ചോദിക്കും. 24-ലും 25-ലും PSC പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. 2023 അവസാനമായിട്ട് 17ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ നടന്നത്. എവിടെ വെച്ച് നടന്നു? ഇൻഡോറിൽ വെച്ച് നടന്നു. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിജിയാണ്. ഇൻഡോർ മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഇൻഡോർ നിങ്ങൾക്ക് അറിയാലോ. നോക്കൂ, തുർക്കിയിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ ദുരിതാശ്വാസ സാമഗ്രികളും ഉപകരണങ്ങളും ഉദ്യോഗസ്ഥരെയും അയച്ച ഓപ്പറേഷനാണ് മക്കളെ ഓപ്പറേഷൻ ദോസ്ത്. നമുക്ക് ഒരുപാട് പദ്ധതികൾ പഠിക്കാനുള്ളത് പോലെ തന്നെ ചില ദൗത്യങ്ങൾ കൂടി പഠിച്ചു വെക്കാറുണ്ട്. ഓപ്പറേഷൻ ദോസ്ത്, ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ ഗംഗാപ്രഭ, ഓപ്പറേഷൻ കാവേരി, ഓപ്പറേഷൻ ഇന്ദ്രധനുഷ്, അങ്ങനെ തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട ഒരുപാടെണ്ണം പഠിക്കാനുണ്ട്. ഇതെല്ലാം വരും ക്ലാസ്സുകളിൽ കോഡാക്കിയിട്ടൊക്കെ ഞാൻ പഠിപ്പിക്കും. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇപ്പൊ തൽക്കാലം ഓപ്പറേഷൻ ദോസ്ത് ആലോചിച്ച് നോക്കുക. ദോസ്ത് നമ്മുടെ സുഹൃത്താണല്ലേ. ദോസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്? തുർക്കി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അപ്പൊ തുർക്കി നമ്മുടെ ദോസ്ത്. ആലോചിച്ച് വെച്ചാൽ തുർക്കി നമ്മുടെ ദോസ്ത്. അപ്പൊ തുർക്കിയിലെ ഭൂകമ്പം ബാധിത പ്രദേശങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യൻ സേന ദുരിതാശ്വാസ സാമഗ്രികളും ഉപകരണങ്ങളെല്ലാം അയച്ചു കൊടുത്തു, അവരെ സഹായിച്ചു. അപ്പൊ അതാണ് ഓപ്പറേഷൻ ദോസ്ത്. ഇനി മറന്നുപോയില്ലല്ലോ. മറ്റു രണ്ട് ദോസ്തുക്കളെ നോക്കൂ, സുഹൃത്തുക്കളെ നീ കൂടെ കാണാം. ആരൊക്കെയാണ്? അലൻ ബോർഡർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലൻ ബോർഡർ ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരമാണ്. ആ അലൻ ബോർഡറും അതുപോലെ ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ സുനിൽ ഗവാസ്കറും. അപ്പൊ അലൻ ബോർഡർ, ഗവാസ്കർ, ഈ രണ്ടു പേരുടെ പേരിൽ ഒരു ട്രോഫി നടക്കുകയാണ്. ബോർഡർ ഗവാസ്കർ. എന്താണ് ആ ട്രോഫിയുടെ പേര്? ബോർഡർ ഗവാസ്കർ ട്രോഫി. ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി
ആദ്യമായിട്ട് നേടിയത് ആ ഒരു ടെസ്റ്റ് ആണ്, ആ ഒരു ടെസ്റ്റ് മത്സരമാണ് ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പൊ ആ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചത് ഇന്ത്യയാണെന്ന് ഓർത്തു വെക്കുക. 2023 സംഭവം. ബോർഡർ ഗവാസ്കർ ആദ്യമായിട്ട് അവരുടെ പേരിലൊരു ട്രോഫി ടൂർണമെന്റ് നടക്കുന്നു, ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിൽ വിജയിച്ചത് ആരാണ്? ഇന്ത്യയാണ്. നോക്കൂ മക്കളെ, ശിവമോഗ വിമാനത്താവളം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശിവമോഗ. അപ്പൊ അവിടെ ഒരു വിമാനത്താവളം പുതുതായിട്ട് വരുന്നുണ്ട്. ആ ശിവമോഗ എവിടെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു കൊടുക്കുക. കർണാടകയാണ്. അപ്പൊ കർണാടകയിലാണ് ശിവമോഗ വിമാനത്താവളം. 2023 പുതുതായിട്ട് വന്ന ശിവമോഗ വിമാനത്താവളം എവിടെയാണ്? കർണാടകയിലാണ്. ഒരു ചോദ്യ രൂപത്തിലുള്ള ഒരു പോയിന്റ് ആണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? നോക്കൂ, 4 ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല തൽക്കാലം. നിങ്ങൾ കുറച്ച് ക്ലാസ് ഒക്കെ കണ്ട് നമ്മുടെ ഈ ചാനൽ വീണ്ടും ഒന്ന് ഓൺ ആയി വന്നതിന് ശേഷം നമുക്ക് കമന്റ് ഒക്കെ ഓൺ ആക്കി ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ തൽക്കാലം നിങ്ങൾ കമന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം മനസ്സിൽ കിട്ടുന്നുണ്ടോ നോക്കണം. യമുന, കോസി, ശരാവതി, കൂവം, ഈ 4 നദികൾ കാണാം. ഇവിടെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്ന് പറയുന്നത് അത് കൂവമാണ്. കൂവം നിങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കൂവക്കായി ഒക്കെ പറിക്കാൻ പോകാറുണ്ട്, മലബാർ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പം കൂവം എന്നൊരു നദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈ പട്ടണത്തിന്റെ സമീപ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കൂവം നദി. തമിഴ്നാട്ടിലാണ് കൂവം. അപ്പൊ ഓർത്തോളുക, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവമാണ്. കൂവമാണ്. ഓക്കെ, അപ്പൊ കൂവം നദി മറന്നു പോകേണ്ട വെറൈറ്റി പേരായതുകൊണ്ട് ചെന്നൈയിലാണെന്ന് ഓർത്തു വെക്കുക, തമിഴ്നാട്ടിലാണ്. 2ാം സ്ഥാനത്ത് എന്ന് വെച്ചാൽ മലിനീകരിക്കപ്പെടുന്ന നദികളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് സബർമതി. ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി 2ാമതായിട്ട് ആ ലിസ്റ്റിലുള്ളത് സബർമതിയാണ്. സബർമതിക്ക് അറിയാം, ഗുജറാത്തിലാണ്. നോക്കൂ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2022 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ PF മാത്യൂസിന്റെ കൃതി ഏതാണ്? കൂട്ടുകാരെ, അടിയാള പ്രേതമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം ഈ ഒരു കൃതി. അടിയാള പ്രേതം മാത്യൂസിന് അല്ലെ ഒരു പ്രേതത്തെ കാണുന്നു, അല്ല ഒരു കഥ പോലെയൊക്കെ ലിങ്ക് ചെയ്ത് വെക്കാം. ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. കാരണം ഈ OV വിജയൻ സ്മാരക പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് 2023 പ്രഖ്യാപിച്ചാണെങ്കിലും 22 പുരസ്കാരമാണ് കേട്ടോ. 22 OV വിജയൻ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ PF മാത്യൂസിന്റെ കൃതിയാണ് അടിയാളപ്രേതം. ഇത് നോവലാണ് അടിയാളപ്രേതം. ഓക്കെ, എന്നാൽ ചെറുകഥ വിഭാഗത്തിൽ OV വിജയൻ സ്മാരക പുരസ്കാരം കിട്ടിയത് ദേവദാസിനാണ്. VM ദേവദാസ്. ചെറുകഥ വിഭാഗത്തിൽ ആർക്ക് കിട്ടുന്നു? VM ദേവദാസ് ചെറുകഥ. അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേര് കാടിന് നടുക്കൊരു മരം. അപ്പോ നമ്മൾ കാടിന് നടുക്കൊരു മരമുണ്ട്, ഒരു ദേവതയൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആലോചിക്കാം. അപ്പൊ പ്രേതമുള്ള ഒരു കാട്ടിലൂടെ പോകണമെന്ന് മാത്യൂസിനോട് പറയാണ്. അവിടെ കാടിന് നടുക്കൊരു മരമുണ്ട്, അവിടെ ദേവത പ്രത്യക്ഷപ്പെടുന്നു പറയാണ്. ആരാ പറയുന്ന അറിഞ്ഞേക്ക്? ചാച്ചൻ പറയാണ് നിധി ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പൊ ചാച്ചൻ പറയാണ് ഈ നിധി ഉണ്ടെന്ന് മാത്യൂസിനോട്. എന്നിട്ട് പറയാണ് പ്രേതമുള്ള കാട്ടിലാണ്, അവിടെ കാടിന് നടുക്കൊരു മരമുണ്ട്, അവിടെ ദേവത വരും. ഓക്കെ, അവിടെ ദേവത വരും, എന്നിട്ട് നിധി തരുന്നൊക്കെ പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ OV വിജയൻ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ നമ്മുടെ ഇതിഹാസ കഥാകാരനാണ് അല്ലെ. OV വിജയന്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ 2023 പ്രഖ്യാപിച്ച 22 OV വിജയൻ പുരസ്കാരം പഠിക്കാൻ എങ്ങനെ ആലോചിച്ച് വെക്കാം? കഥകളെ ആലോചിച്ച് വെക്കുക. എന്താണ് ആ കഥ? ചാച്ചൻ പറയുകയാണ്. കൃതി നോക്കൂ, ചാച്ചൻ. ചിലപ്പോൾ ചോദിക്കും PSC പരീക്ഷയിൽ, ചാച്ചൻ എന്ന കൃതി ആരെഴുതി? ചാച്ചൻ പറയുന്നു നിധിയുണ്ട്. VN നിതിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് യുവ കഥാകാരന പുരസ്കാരം കിട്ടുകയാണ്. അപ്പൊ കാറ്റഗറി നിങ്ങൾക്ക് കഥയിൽ ആലോചിച്ച് വെക്കാൻ പറ്റില്ലെങ്കിലും ആളെയും ആ കൃതിയും നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ചാച്ചൻ പറയുന്നു നിധി ഉണ്ടെന്ന്. യുവ കഥ ഏതാണ്? ചാച്ചൻ എന്ന് പറയുന്ന കൃതിക്ക് VN നിതിന് കിട്ടുന്നു. ചാച്ചൻ പറയുന്ന നിധിയുണ്ട്. എവിടെയാണുള്ളത്? കാടിന് നടുക്കൊരു മരമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിധി കിട്ടും, ദേവത തരും. അപ്പൊ കാടിന് നടുക്കൊരു മരം എന്ന കൃതി ദേവദാസ്. ആലോചിക്കാൻ പറ്റൂലേ? കാടിന് നടുക്കൊരു മരം VM ദേവദാസ്. കാടിന് നടുക്കൊരു മരം ദേവത. ചാച്ചൻ പറയുന്നു നിധിയുണ്ട്, കാടിന് നടുക്കൊരു മരമുണ്ട്, അവിടെ ദേവതയുണ്ട്. ഓക്കെ, പക്ഷെ മാത്യൂസെ നീ പോകുമ്പോ സൂക്ഷിക്കണം, അവിടെ പ്രേതമുണ്ടെന്ന് പറയാണ്. മാത്യൂസെ നീ പോകുമ്പോ. അപ്പൊ മാത്യൂസിനോടാണ് പറയുന്നത്. PF മാത്യൂസിനോട് പറയാൻ അറിയിക്കാം, മാത്യൂസെ പോകുമ്പോൾ സൂക്ഷിക്കണം, പ്രേതമുണ്ട്. അപ്പൊ ചാച്ചൻ പറയുന്നു നിധിയുണ്ടെന്ന്, കാടിന് നടുക്ക് പോകുക, അവിടെ ഒരു ദേവതയുണ്ട്, മാത്യൂസെ പ്രേതമുണ്ടെന്ന് സൂക്ഷിക്കണം. നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ, ജസ്റ്റ് എഴുതി വെച്ചാൽ കിട്ടും. 36ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്. PSC പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം എപ്പോഴും PSC ചോദിക്കാറുണ്ട് സയൻസ് കോൺഗ്രസിന്റെ വേദി. അപ്പൊ മക്കളെ, ആ സംഖ്യ നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതാണ്? 36ാമത്. കാരണം 2023, 24 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഇങ്ങനെ സംഖ്യ ചോദിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കുടുങ്ങാറ്. അപ്പൊ 2023 ഈ പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം.
35ാമത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നതാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് 36. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണെന്ന് ആലോചിച്ച് നോക്കുക. കാസർഗോഡ് 2024. എന്നാൽ 23-ല് 35ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കുട്ടിക്കാനമാണ്. കുട്ടിക്കാനം അത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കി ആലോചിക്കുക, കുട്ടിക്കാനമലേക്ക് കുട്ടികൾ സയൻസ് കോൺഗ്രസ് കുട്ടിക്കാനം. ഇപ്പൊ കാസർഗോഡ്. ഇപ്പൊ കുട്ടി കസറി എന്നാണ് ചോദിച്ചത്. നമ്മൾ വാപ്പ കസറി എന്നൊരു കോഡൊക്കെ ജില്ലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ കുട്ടി കസറി കുട്ടിക്കാനം 23-ലേത് 35ാമത് കുട്ടിക്കാനം. ഓക്കെ, 35 കുട്ടികൾ കസറി എന്നാലോ 36 കാസർഗോഡ്, 35 കുട്ടികൾ കസറി അല്ലെ? 35 കുട്ടികൾ കസറി എന്നാലോചൂടെ കിട്ടും. അതിനോടൊപ്പം ചേർത്ത് പഠിക്കുക 2023-ലെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം. ബാലശാസ്ത്ര കോൺഗ്രസ് ആണ്. എവിടെയാണ്? ദേശീയ തലത്തിലുള്ള ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലാണ്, നിങ്ങൾക്കറിയാം അഹമ്മദാബാദ്. അപ്പോ 2023-ലെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ വേദി അഹമ്മദാബാദ് കൃത്യമായിട്ട് പഠിക്കുക. നോക്കൂ കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നു. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് നടന്നു. എവിടെയാണ് നടന്നത് ചോദിച്ചാൽ കേരളത്തിലാണ്. എവിടെയാണ്? ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി കണ്ണൂരാണ്. വലിയ വിവാദമൊക്കെ ആയിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ഏറെ സാധ്യത നിങ്ങൾ പഠിച്ചു വെക്കണം. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ വേദി നടന്നത് എവിടെ? കണ്ണൂർ ജില്ല. കണ്ണൂർ പഠിച്ചു വെക്കുക. 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി. അപ്പൊ ഇതൊക്കെ സമാനമായ പേരുകളാണ്. അപ്പൊ ബാലശാസ്ത്ര കോൺഗ്രസ് 2023 നടന്ന അഹമ്മദാബാദ് ബാലശാസ്ത്ര കോൺഗ്രസ്. കേരളത്തിനകത്ത് കുട്ടിക്കാനവും കാസർഗോഡും സയൻസ് കോൺഗ്രസ് അല്ലെ? അതല്ലേ നമ്മൾ പഠിച്ചത് സയൻസ് കോൺഗ്രസ്. രണ്ടും മറക്കണ്ട കേട്ടോ, മാറരുത്. ഇപ്പൊ നോക്കൂ, ഇന്ത്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ആണ്. ഇതൊരു ഫെസ്റ്റിവൽ ആണ്, ഇന്റർനാഷണൽ. അപ്പൊ നമുക്ക് ആലോചിച്ച് വെക്കാം, ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ ഏറെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു ദുരന്തം നടന്നിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ. ഭോപ്പാൽ ദുരന്തം നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ PSC പരീക്ഷ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഭോപ്പാൽ ദുരന്തം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ, അങ്ങനെ ഒരു ദുരന്തം അല്ലെ? അതുകൊണ്ട് ഇന്റർനാഷണൽ സയൻസിന് പറ്റിയ ഒരു ഫെയിലിയർ അങ്ങനെ ആലോചിക്കും അല്ലെ? ഈ പറഞ്ഞ വിഷവാതകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കെമിക്കലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ അതിനുണ്ടാകുന്നതാണ് ദുരന്തങ്ങളല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സയൻസ് ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാകുന്ന ഒരു ഫെയിലിയർ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലം ആലോചിക്കാം. ചോദ്യം ഇതാണ്, 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഭോപ്പാൽ. അപ്പൊ നിങ്ങൾക്ക് അത് ഭോപ്പാൽ ദുരന്തമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഭോപ്പാലാണ്. 1984-ലാണ് ഭോപ്പാൽ ദുരന്തം നടന്നത്, നിങ്ങൾക്കറിയാം. അപ്പൊ 8ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഭോപ്പാൽ എന്ന് ഓർത്തു വെക്കുക. 2022 ഡിസംബർ 31. 2023 ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഉൾപ്പെടുത്തിയത്. 2022 ഡിസംബർ 31 എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ന്യൂ ഇയർ ആഘോഷിക്കാൻ പോലെ നല്ലൊരു ടൈമാണ്. പ്രത്യേകിച്ച് ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ച് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിലേക്ക് പോകുന്ന ആ ഒരു വേളയിൽ 2022 ഡിസംബർ 31 നിങ്ങളെ മനസ്സിൽ കയറാൻ വേണ്ടി എങ്ങനെയൊക്കെ പറയുന്നത്, ഡിസംബർ 31 അന്തരിച്ച ബെനഡിക്ട് 16 നോക്കൂ, നമ്മുടെ മാർപ്പാപ്പ അന്തരിച്ചു. ബെനഡിക്ട് 16 മാർപ്പാപ്പ അല്ലെ? അദ്ദേഹത്തിന്റെ പിക്ചറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബെനഡിക്ട് 16 മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചോദിച്ചാൽ ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗർ എന്ന് പഠിച്ചു നോക്കുക. എന്താണ്? തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് എന്ന പേരൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും അല്ലെ? കിങ്ങും ഒക്കെ, പക്ഷേ ആ സിനിമയൊക്കെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട പേര് അതൊന്നുമല്ല, ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗർ ആണ്. ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗർ കൃത്യമായിട്ട് പഠിക്കട്ടോ. ഉച്ചാരണത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും, എന്നാലും മലയാളത്തിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗർ. മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ബാരോസ്. ഓക്കെ, നമ്മൾ സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ സിനിമയൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ തൽക്കാലം ഇപ്പൊ പഠിച്ചു വെക്കുക ബാരോസ്. മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബാരോസ്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനം കൃത്യമായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്ലോൺ 1. നമ്മൾ സൈക്ലോൺസ് പ്രത്യേകം ഒരു ടോപ്പിക് ആയിട്ട് തന്നെ നിങ്ങൾ ക്ലാസ് തരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയും ഈജിപ്തും തമ്മിൽ ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1. എന്താണ്? സൈക്ലോൺ 1. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1 എന്ന് പഠിച്ചു വെക്കുക. ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിനേഷൻ സേവനങ്ങൾ എളുപ്പമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടലാണ് യുവിൻ. ഇതും ശ്രദ്ധിച്ചു വെക്കണം. സൈക്ലോൺ 1 പോലെ തന്നെ യുവിൻ അല്ലെ? നമ്മളെല്ലാം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ വാക്സിൻ ഒക്കെ എടുത്താലല്ലേ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. അപ്പൊ യുവിൻ എന്നാലോചിക്കാം. ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിനേഷൻ സേവനങ്ങൾ എളുപ്പമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടലിന്റെ പേരെന്താണ് മക്കളെ? യുവിൻ.
മറന്നു പോകണ്ട, വാക്സിൻ യു വിൻ, വാക്സിൻ യു വിൻ. സെറ്റ് ആണേ. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്, ഇതൊരു പുസ്തകമാണ്. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മാജിക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേരളത്തിൽ വരുന്ന ഒരു മുഖമാണ് ഗോപിനാഥ് മുതുകാട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കാൻ പറ്റും മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ്, ഗോപിനാഥ് മുതുകാട്. 2023 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? നമ്മൾ നേരത്തെ മുഹമ്മദ് ഇർഫാൻ അലി ഗയാനയുടെ പ്രസിഡന്റിനെ കുറിച്ച് പഠിച്ചു. പ്രവാസി ഭാരതീയ സമ്മാനിന് അർഹനായ വ്യക്തി. ഇപ്പൊ രണ്ടാമത്തെ ഒരു ലോക നേതാവാണ് പറയാൻ പോകുന്നത്. ഈ അടുത്ത് PSC പരീക്ഷയിൽ ചോദിച്ചു. ഈജിപ്തിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ ഫത്താ അൽ സിസി ആണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. നോക്കൂ, ഈജിപ്തിന്റെ ഭരണാധികാരി അബ്ദുൽ ഫത്താ അൽ സിസി. അപ്പൊ 2023 റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള അബ്ദുൽ ഫത്താ അൽ സിസി ആണ്. അബ്ദുൽ ഫത്താ അൽ സിസി. അപ്പോഴാണ് നമ്മളോട് ഇതാ ചേർത്ത് പഠിക്കുക. കാരണം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന 2024 ജൂൺ ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ 2024 കണക്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയും. ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ സമയത്ത് 2024 റിപ്പബ്ലിക് ദിന ആഘോഷത്തിനകത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ഇമ്മാനുവൽ മാക്രോൺ. 2023 അബ്ദുൽ ഫത്താ അൽ സിസി. രണ്ടും ഓർത്തോളുക, ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് ആണേ. അടുത്തത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോയിന്റ് ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ 2023 റിപ്പബ്ലിക് ദിനത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. 2023 ലേറ്റസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. റിപ്പബ്ലിക് ദിന 2023 പരേഡിൽ കേരള ഫ്ലോട്ട്, കേരളത്തിന്റെ ഒരു ഫ്ലോട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കേരള ഫ്ലോട്ട് നീ ഇവിടെ കാണാൻ വേണ്ടി കാണും. പിക്ചർ നോക്കൂ. 2023 കാര്യമാണ്. 2023 കേരള ഫ്ലോട്ടിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന രൂപം അല്ലെങ്കിൽ ആരാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന പിക്ചർ കാണാൻ നിങ്ങൾക്ക് ഇവിടെ. സാക്ഷരതാ മിഷന്റെ പരീക്ഷയിൽ ഒന്നാമതെത്തിയ കാർത്യായനി അമ്മയാണ്. മക്കളെ കൃത്യമായിട്ട് അത് ഓർത്തു വെക്കണം. സാക്ഷരതാ മിഷൻ, സ്ത്രീ ശാക്തീകരണമായിരുന്നു കേരളത്തിന്റെ തീം. ഇവിടെ നിങ്ങൾക്ക് അല്ലെ ഈ അംഗത്തിന് പോകുന്ന നമ്മുടെ പഴയകാല സ്ത്രീകളുടെ പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച എന്നൊക്കെ ഇല്ലേ, ആ ഒരു പിക്ചർ കാണാം. മറ്റു ഒട്ടനവധി സ്ത്രീകളെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിനകത്ത് കാണാം. അപ്പൊ എന്താണ് നമ്മളുടെ തീം? സ്ത്രീ ശാക്തീകരണമായിരുന്നു 2023 കേരള ഫ്ലോട്ടിന്റെ വിഷയം. ആ സ്ത്രീ ശാക്തീകരണം ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും മുൻപന്തിയിൽ സാക്ഷരതാ മിഷന്റെ പരീക്ഷയിൽ ഒന്നാമതെത്തിയ കാർത്യായനി അമ്മയായിരുന്നു എന്ന കാര്യം മറക്കണ്ട. സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ എം തോമസ് മാത്യുവിന്റെ കൃതി ഏതാണ്? പേരും ആ കൃതിയും കൃത്യമായിട്ട് പഠിക്കണം. 2023 പ്രഖ്യാപിച്ച പുരസ്കാരമാണ് സാഹിത്യ നിരൂപണം. സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടാറുണ്ട്. അപ്പൊ സാഹിത്യ നിരൂപണം എന്ന് പറയുമ്പോൾ ആശാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിച്ച് നോക്കുക. ആശാന്റെ സീതായനം. ഇതാണ് തോമസ് മാത്യു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളെ ഇതുപോലെ കഴിഞ്ഞ വർഷം കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പല പുസ്തകങ്ങളും പല സാഹിത്യകാരന്മാരെയും പഠിക്കാൻ പറഞ്ഞു. അത് പഠിച്ചവർക്കെല്ലാം നല്ല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കൃതികളൊന്ന് പഠിക്കണം. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. കോഡാക്കി ഞാൻ തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാനൊരു കോഡ് പറയാം. എന്റെ കോഡല്ല, നമ്മുടെ ക്ലാസ്സിൽ പലതും കോഡ് പറയും. നമ്മുടെ പിള്ളേര് പഠിപ്പിക്കുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് പറഞ്ഞിരുന്ന കോഡുകളൊക്കെയാണ് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഒരുപാട് കോഡുകൾ കിട്ടും കേട്ടോ. ആ കോഡുകളൊന്നും എന്റേതല്ല, എന്റെ കോഡുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോഡുകളൊക്കെ വെച്ച് ഓർത്തെടുക്കുക. സീതയെക്കുറിച്ചുള്ള സത്യം പറയാത്ത വാൽമീകിയുടെ ദന്തം മാരാർ ശില്പം കൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. ഇത് ദർശിച്ച തോമസിന്റെ ആത്മാവിന് മുറിവുകൾ ഉണ്ടായി. എന്താണ് കോഡ്? സീതയെ കുറിച്ചുള്ള സത്യം പറയാത്ത വാൽമീകിയുടെ ദന്തം മാരാർ ശില്പം കൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. ഇത് ദർശിച്ച തോമസിന്റെ ആത്മാവിന് മുറിവുകൾ ഉണ്ടായി. ആലോചിച്ച് വെച്ചാൽ കിട്ടും. സീതയെ കുറിച്ചുള്ള സത്യം പറയാത്ത വാൽമീകിയുടെ ദന്തം മാരാർ ശില്പം കൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. ഇത് ദർശിച്ച തോമസിന്റെ ആത്മാവിന് മുറിവുകൾ ഉണ്ടായി. നെഗറ്റീവ് ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമുക്ക് മറന്നുപോലെ അല്ലെ. സീതയെ കുറിച്ചും മാരാർ, ഏത് മാരാർ? അഖിൽ മാരാർ ഒന്നും അല്ല. നിങ്ങൾ വേറെ ഏതൊരു മാരാറിനെ ആലോചിച്ച് നോക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. മാരാർ ശില്പം കൊണ്ട് അടിച്ചു തെറിപ്പിച്ചു. ഇത് ദർശിച്ച തോമസിന്റെ ആത്മാവിന് മുറിവുകൾ ഉണ്ടായി അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, സീത, ആശാന്റെ സീതായനം അവിടെ കിട്ടുന്നല്ലോ. സത്യം, സീതയെ കുറിച്ചുള്ള സത്യം പറയാത്ത അല്ലെ. സത്യം എന്ന് പറഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. മുഴുവനൊന്നും കോഡാക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്ത് കിട്ടും. അതിനുവേണ്ടി സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എം തോമസ് മാത്യു. വാൽമീകിയുടെ ദന്തം, എന്റെ വാൽമീകം. അപ്പൊ എന്റെ വാൽമീകം വാൽമീകി കിട്ടും. എന്റെ വാൽമീകം വാൽമീകി കിട്ടും. ദന്തം എന്ന് പറഞ്ഞാൽ ദന്തഗോപുരം അവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ദന്തഗോപുരം എം തോമസ് മാത്യു. വാൽമീകി, എന്റെ വാൽമീകം ഇവിടെ. ദന്തം, ദന്തഗോപുരം അല്ലെ. സത്യം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സീത, ആശാന്റെ സീതായനം. മാരാർ ലാവണ്യാനുഭവത്തിന്റെ യുക്തിശില്പം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൃതിയാണ്. മാരാർ ലാവണ്യാനുഭവം. മാരാർ എന്നുള്ള വാക്ക് മാരാർ ലാവണ്യാനുഭവത്തിന്റെ യുക്തിശില്പം. ആത്മാവ് അല്ലെ.
അടിച്ചു തെറിപ്പിച്ച് ഇത് ദർശിച്ച തോമസിന്റെ പറഞ്ഞല്ലേ, ദർശിച്ച സാഹിത്യ ദർശനം തോമസിന്റെ ആത്മാവിന്. അപ്പൊ ഇതൊന്നും ഇങ്ങോട്ട് താഴോട്ടാക്കിയാൽ മതി. ഓക്കെ, ആദ്യം ദർശനം, സാഹിത്യ ദർശനം, തോമസ് എന്ന് പറഞ്ഞാൽ അല്ലെ എം തോമസ് മാത്യു ആണ്. ആത്മാവിന് മുറിവുകൾ ഉണ്ടായി. തോമസിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാവിന്റെ മുറിവുകൾ. പഠിച്ചു വെക്കുക, ആത്മാവിന്റെ മുറിവുകൾ. എം തോമസ് മാത്യുവിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് അത്യാവശ്യം ഒരു റെയർ ആയിട്ട് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമായിരിക്കില്ല. റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ചോദിച്ചാൽ നോക്കൂ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാണ് നിരൂപണത്തിനുള്ള എം തോമസ് മാത്യുവിന്റെ ആശാന്റെ സീതാൻ. അതെന്തായാലും പഠിച്ചു വെക്കണം. അക്കൂട്ടത്തില് ദന്തഗോപുരത്തിലേക്ക് വീണ്ടും എന്റെ വാൽമീകമയുടെ സാഹിത്യ ദർശനം, ആത്മാവിന്റെ മുറിവുകള്, മാരാർ ലാവണ്യാനുബന്ധത്തിന്റെ യുക്തിശില്പം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, അതുപോലെ തന്നെ ന്യൂ ഹ്യൂമനിസം എന്ന് പറഞ്ഞൊരു ബുക്ക് കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ഞാനിവിടെ കോഡാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുക. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ കറണ്ട് അഫയേഴ്സ് രസകരമായിട്ട് പഠിക്കണം. 100ഓളം ക്ലാസ്സുകളാണ്. ഈ 100ഓളം ക്ലാസ്സുകൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ക്ലാസ്സുകൾ ചെയ്യുന്നതെന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും ഇത് തുടർന്നുണ്ടാവും എന്നൊക്കെ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാരണം ഇത് ഓഫ്ലൈനിലായിട്ടും ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ഒരു പെയ്ഡ് കോഴ്സ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിലുള്ള ഒരു 10-300 പേരെങ്കിലും ഇത് കാണുന്നുണ്ടാവും. 300-ലധികം ആളുകൾക്ക് ഓൾറെഡി ഈ ക്ലാസ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെങ്കിലും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവർക്കും ഇതൊരു വീഡിയോ ക്ലാസ് ആയിട്ട് കിട്ടും. ഓഡിയോ രൂപത്തിലും എക്സാമും കാര്യങ്ങളും റിവിഷനൊക്കെ ആയിട്ട് കമ്പൽസറി ഒക്കെ ആയിട്ട് അവർ പഠിക്കുന്നതാണ് ഈ ക്ലാസ്സുകളെല്ലാം. ആ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി അധികം ആളുകളിലേക്ക് എത്തിക്കോട്ടെ, പരീക്ഷയ്ക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് യൂട്യൂബിലൂടെ വീണ്ടും നമ്മൾ ക്ലാസ്സുമായിട്ട് വന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ഈ 100 ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടാണ്. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ അവരോട് ലൈക്ക് ചെയ്യാൻ പറയാം, കമന്റ് ചെയ്യേണ്ട. കമന്റ് ഒക്കെ നമുക്ക് പതിയെ ഓൺ ആക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് അല്ലെ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ചെറിയ സഹായം നമ്മുടെ ചാനലിലൂടെ കിട്ടും എന്നുകൂടി പറയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.